കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പരിഹസിച്ച് ശശി തരൂർ എം പി കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഓഫീസുകൾ കയറി അത് തകർത്ത കാര്യം മറക്കരുത്. മൊബൈൽ ഫോണുകളെ എതിർത്തതും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അവർ ഒരു ദിവസം 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കും, പക്ഷേ അത് 22-ാം നൂറ്റാണ്ടിൽ മാത്രമായിരിക്കുമെന്നുമാണ് ശശി തരൂർ പറയുന്നത്. അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. അനൂപ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തരത്തിൽ CPM-നെയോ സർക്കാരിനെയൊക്കെ അനുകൂലിക്കുന്ന ചില പ്രസ്താവനകൾ വന്നതിൻ്റെ പേരിൽ പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദം അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന നിലയ്ക്കാണോ, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണോ ഇങ്ങനെ ഒരു പോസ്റ്റ്? പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ തരൂര്. പക്ഷേ ഇതിലെ രസം എന്തെന്ന് പറഞ്ഞാൽ, അന്ന് തരൂര് വിശ്വപൗരനാണ്, അദ്ദേഹം നല്ല വ്യക്തിയാണ്, അദ്ദേഹം പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ CPM നേതാക്കളാണ് ഇപ്പോൾ വെട്ടിലായി പോകുന്നത്. കാരണം അദ്ദേഹം എക്സിൽ കുറിച്ച കുറച്ച് വാക്കുകൾ അദ്ദേഹം പറയുന്നു. ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ സാധാരണത്തേതുപോലെ തന്നെ 15-20 വർഷം കഴിഞ്ഞിട്ടാണ് ഇടത് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇതിന് മുന്നേയും ഉദാഹരണങ്ങളുണ്ട്. കമ്പ്യൂട്ടർ വന്നപ്പോൾ പൊതു സെക്ടറിലെ സ്ഥാപനങ്ങളിൽ കയറി അത് അടിച്ചു തകർത്തു, മൊബൈൽ ഫോൺ വരുന്നതിനെ എതിർത്തു എന്നൊക്കെ തരൂർ പറയുന്നു. 21-ാം നൂറ്റാണ്ടിലേക്ക് ഒരു ദിവസം കമ്മ്യൂണിസ്റ്റുകൾ കടക്കും, അത് 22-ാം നൂറ്റാണ്ടിലേക്കാണ് എന്ന പരിഹാസം കൂടി ആകുമ്പോൾ പൂർത്തിയായി എന്ന് പറയാം. എന്തായാലും സ്വകാര്യ സർവകലാശാല ബില്ല് പാസ്സാക്കാനുള്ള ഇടത് തീരുമാനത്തെ സ്വാഗതം ചെയ്യുമ്പോഴും പരിഹസിച്ച് തന്നെയാണ് തരൂർ ആ സ്വാഗതം ഇടതുപക്ഷത്തിന് കൊടുക്കുന്നത്.